ഹായ് ഗൈസ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പോകുന്നത് എലിഫൻറ്റ് ട്രെയിനിങ് സെൻറ്ററിലേക്കാണ് കേട്ടോ. അതപ്പോൾ കുഞ്ഞിനറിയാം ആനനെ കാണാൻ പോകണമെന്ന്, അതുകൊണ്ടാണ് ഈ കൂട്ടുകാരികളുടെ അടുത്തൊക്കെ ടാറ്റയൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ആൾ വരുന്നത്. കാരിനെയും കപ്രിക്കാട് അല്ലെങ്കിൽ എക്കോ ടൂറിസം മിനി സൂ എന്നൊക്കെയാണ് കേട്ടോ അറിയപ്പെടുന്നത്. പണ്ട് കോടനാട് എലിഫൻറ്റ് ട്രെയിനിങ് സെൻറ്റർ ഉണ്ടായിരുന്നു, അതിനെ റീലൊക്കേറ്റ് ചെയ്തതാണ് കേട്ടോ. ഇപ്പം നമ്മൾ കപ്രിക്കാട് എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ആദ്യം തന്നെ നമ്മൾ പോകുമ്പോൾ ഒരു കാർ പാർക്കിംഗ് ഏരിയ ആണ് കേട്ടോ, വിശാലമായിട്ടുള്ളൊരു പാർക്കിംഗ് ഏരിയ ആയിരുന്നു. നമ്മളവിടെ പാർക്ക് ചെയ്യണ അവിടെ ഇതിന് ടിക്കറ്റ് ഉണ്ട് കേട്ടോ, ഫീ വരുന്നുണ്ട്. 60 രൂപയാണ് കേട്ടോ കാർ പാർക്കിങ്ങിന് വരുന്നത്. അതേപോലെ തന്നെ ക്യാമറ കൊണ്ടുപോവുകയാണെങ്കിൽ ക്യാമറയ്ക്ക് വേറെ ഫീ ആണ് കേട്ടോ വരുന്നത്. പിന്നെ അടുത്ത് തന്നെ ഫോറസ്റ്റ് ഓഫീസ് ഉണ്ട്. അതേപോലെ തന്നെ കുറേ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ ലൊക്കേഷനും കൊടുത്തിട്ടുണ്ട്. ആ ലൊക്കേഷൻ വഴി നമ്മൾ നോക്കി പോവുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായി പോയി കറക്റ്റായി വരാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ നമുക്ക് അവിടെ എക്കോ ഷോപ്പ് കൊടുത്തിട്ടുണ്ട്. വെള്ളം കുടിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് കുടിക്കാനായിട്ട് ഫ്രണ്ടിൽ തന്നെ ഒരു കട കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫോറസ്റ്റ് ഓഫീസർക്ക് അനുമോദനങ്ങൾ അറിയിച്ചിട്ടൊരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പാണൻകുഴി എക്കോ ടൂറിസം എന്ന് പറഞ്ഞൊരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫ്രണ്ടിലേക്ക് നടന്നു പോകാണ് കേട്ടോ അകത്തേക്ക് കയറാനായിട്ട്. അവിടെ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്തേക്ക് കയറി പോകാൻ. കുട്ടികൾക്ക് 25 രൂപ, വലിയവർക്ക് 75 രൂപയാണ് കേട്ടോ. പിന്നെ ഫോറിനേഴ്സ്, അതായത് പുറത്തുനിന്ന് വരുന്നവർക്കും എമൗണ്ട് കൂടുതലുണ്ട്. പിന്നെ സ്കൂളിൽ നിന്ന് ഓരോരുത്തർക്കും ഓരോ എമൗണ്ടാണ് കേട്ടോ. അപ്പം അതിൻ്റെ ചുറ്റുപാടാണ് കേട്ടോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇല്ലികളാണ് കേട്ടോ കൂടുതലായിട്ട്. ഇവിടുന്ന് പിന്നെ മാൻ പാർക്കിലേക്ക് വരുന്നത് 250 മീറ്ററും എലിഫൻറ്റ് പാർക്കിലേക്ക് 500 മീറ്ററുമാണ് കേട്ടോ ഇവിടെ നിന്ന് നടക്കാനുള്ളത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ സസ്യങ്ങൾ, അവിടെയുള്ള സസ്യങ്ങളുടെ പേര് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ചെത്തി, ചെമ്പരത്തി, അതുപോലെ തന്നെ സീതപ്പഴം, മുല്ല, അങ്ങനെയുള്ള സസ്യങ്ങളുടെ പേര്. പിന്നെ ഫലവൃക്ഷങ്ങൾ ഇതിൽ വരുന്നത് ചാമ്പ, റംബൂട്ടാൻ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കേട്ടോ അതിൽ വരുന്നത്. പിന്നെ നമ്മൾ പോയത് ബട്ടർഫ്ലൈ ആൻഡ് ഹോസ്റ്റ് പ്ലാന്റ്, അതായത് ബട്ടർഫ്ലൈ ഉള്ള സ്ഥലത്തേക്കാണ് കേട്ടോ പോയത്. അവിടെ ബട്ടർഫ്ലൈ കുറേയൊന്നുമില്ല, എന്നാലും 1-2 കാണാൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പം മഴയായതുകൊണ്ട് തന്നെ നല്ല പച്ചപ്പൊക്കെ ഉണ്ടായിട്ട് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായി. 2-3 ഫ്ലെക്സ് ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ പണി ചെയ്യുന്ന അമ്മമാരൊക്കെ ഉണ്ടായിട്ടാ അവിടെ തന്നെ. അവിടെ മൊത്തം അടിച്ച് അവിടെയൊക്കെ കാട് പോലെയൊന്നും കിടക്കണില്ല, നല്ല വൃത്തിയിലാണ് കേട്ടോ അവരവിടെയൊക്കെ വൃത്തിയാക്കി ഇട്ടിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇൻ്റർലോക്കാണ് കേട്ടോ താഴെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികളിലും കൊണ്ടുപോകാനൊക്കെ നമുക്ക് ഭയങ്കര സുഖമായിരിക്കും നടത്തി കൊണ്ടുപോകാൻ. അതുപോലെ ഔഷധ സസ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. കൃഷ്ണതുളസി, വെളുത്തുള്ളി, പനിക്കൂർക്ക, ആടലോടകം, അങ്ങനെയുള്ള സസ്യങ്ങളാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ അവിടെ നിന്ന് 400 കിലോമീറ്റർ കൂടി പോകാനുണ്ട് കേട്ടോ. അതേപോലെ നമുക്ക് അവിടെ ഇരുന്ന് കാണാനായിട്ട് അവർ കുറച്ച് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ചെറുതാണ്, ഒരു 10 പേർക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന പോലെയാണ് കേട്ടോ അത് കണ്ടിട്ട് തോന്നുന്നത്. അതുപോലെ കപ്രിക്കാട് മിനി സൂവിലേക്കാണ് കേട്ടോ നമ്മൾ അടുത്തത് പോണത്. അവിടുന്ന് മാൻ പാർക്കിലാണ് കേട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ മാൻ പാർക്കിലേക്കാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇല്ലിയാണ് കേട്ടോ കൂടുതൽ നമ്മളവിടെ കണ്ടതിൽ കൂടുതൽ ഇല്ലി ഇങ്ങനെ കൂട്ടത്തോളം വളർന്നിരിക്കുന്നതാണ് കേട്ടോ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ നല്ല തണുപ്പൊക്കെ ഉണ്ട്. ആദ്യം തന്നെ പോയത് പുള്ളിമാൻ്റെ അടുത്തായിരുന്നു കേട്ടോ. വിശാലമായ സ്ഥലമായിരുന്നു പുള്ളിമാനൊക്കെ ഉണ്ടായിരുന്നത്. അവിടെ വലിയൊരു ഗ്രൗണ്ട് പോലെ, അതിന് ഫുഡൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതവർ കഴിക്കുകയാണ് കേട്ടോ. പറയാൻ അവിടെ പുല്ലോ അങ്ങനെ ഒന്നുമില്ല, ക്ലീൻ ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിരുന്നു കേട്ടോ. അവിടെ അവർ ചുറ്റും മതിലൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ കൊമ്പൊക്കെ കൊഴിഞ്ഞു വീണ കൊമ്പുകളൊക്കെ അവിടെ കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂട്ടിൽ. പിന്നെ നമ്മൾ പോയത് മ്ലാവിൻ്റെ അടുത്താണ്. അപ്പം മ്ലാവിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുകയാണെങ്കിൽ അവിടെ അതിൻ്റെ വെയിറ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ എഴുതിയിട്ടിട്ടുണ്ട് കേട്ടോ. മ്ലാവിനും അതുപോലെ തന്നെ കുറേ സ്ഥലമുണ്ട്. പക്ഷെ അതിൻ്റെ ചുവട്ടിലാണെങ്കിൽ മരങ്ങളോ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിനൊരു സൈഡിലേക്ക് പോകാനായിട്ട് പറ്റില്ല ഗൈസ്. കാരണം നല്ല ചൂടല്ലേ. അപ്പോൾ എല്ലാവരും കൂടി കൂട്ടത്തോടെ ഒരു സൈഡിൽ കൂടെ തന്നെയാണ് കേട്ടോ നിൽക്കുന്നത്. അത് കണ്ട് ആസ്വദിക്കാനായിട്ട് അവിടെ ഒരു ഇരിക്കാനുള്ള പ്ലേസൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ.
അതിൻ്റെ അടുത്ത് തന്നെ കുട്ടികൾക്കും കപ്പിൾസിനൊക്കെ ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ അത്. ഇതിൽ ലേഖടിപ്പിക്കാതെ ഞാൻ നിർത്തുകയാണ് കേട്ടോ. അടുത്ത പാർട്ട് 2 ഞാൻ നാളെ ഇടുന്നതായിരിക്കും കേട്ടോ. ഓക്കെ ഗൈസ്, താങ്ക് യു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു കേട്ടോ.